കോഴിക്കോടും ദേശീയപാതയുടെ സർവീസ് റോഡുകൾ അപകടാവസ്ഥയിലാണ്. പന്തീരങ്കാവ് കൊടൽ നടക്കാവ് ദേശീയപാതയുടെ സർവീസ് റോഡ് ഒരു വർഷം മുൻപാണ് ഇടിഞ്ഞത്. ഇന്നും ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയാണ്. മലാപ്പറമ്പിലും ഇന്ന് രാവിലെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. പന്തീരങ്കാവ് കൊടൽ നടക്കാവ് ദേശീയപാതയുടെ സർവീസ് റോഡിലെ സുരക്ഷാഭിത്തി ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിട്ട് ഒരു വർഷമായി. ഇന്നും അതേ സ്ഥിതി തുടരുകയാണ്. വലിയ അപകടം പതിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നിരവധി തവണയായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അധികൃതർ ഇനിയും പാഠം ഉൾക്കൊണ്ടിട്ടില്ല. മണ്ണും റോഡും ഏത് സമയവും നിലംപതിക്കുമെന്ന ഭയത്തിൽ കഴിയുകയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന ഞങ്ങൾക്കൊന്നും ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഓടി പുറത്തേക്ക് പോവുക. ഇതൊക്കെ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പം കിടക്കുന്നതും ഒക്കെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. കോഴിക്കോട് മലാപ്പറമ്പിലെ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇന്ന് രാവിലെ ഇടിഞ്ഞു താഴ്ന്നു. ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. പിന്നീട് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് റോഡ് പൊളിച്ചു നീക്കി. ഇതേ സ്ഥലത്ത് റോഡിനപ്പുറത്തെ സർവീസ് റോഡും വിണ്ടുകീറിയിട്ടുണ്ട്. മഴ കനത്തതോടെയാണ് സർവീസ് റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത്. പല ഭാഗങ്ങളിലായി സമാനമായ അപകടം തുടർക്കഥയാകുന്നത് നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.